എല്ലാവരും ഇപ്പോൾ തഞ്ചാവൂർ പോവാട്ടോ. നമുക്ക് തഞ്ചാവൂർ മാത്രം പോവാതെ തൃശ്ശൂരിൽ നിന്ന് തഞ്ചാവൂർ പോയി അവിടെ നിന്ന് ചെട്ടിനാട് പോയി തിരിച്ചു വന്നാലോ? യെസ് ഗൈസ്, വെറും 2 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തഞ്ചാവൂരും ചെട്ടിനാടൊക്കെ പോയി വരാം, അതും വളരെ കുറഞ്ഞ ചെലവിൽ. എല്ലാ ദിവസവും ഓടുന്ന കാരക്കൽ എക്സ്പ്രസ് രാത്രി 12 കാലമാകുമ്പോഴേക്കും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഇതിനാണ്ടോ നമ്മൾ തഞ്ചാവൂർ പോകുന്നത്. തഞ്ചാവൂർ കാലത്ത് 9 മണിയാകുമ്പോഴേക്കും എത്തും. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് തഞ്ചാവൂർ അമ്പലത്തിന് ഏകദേശം 2.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഫിലോമിന ഹോട്ടൽസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സിലാണ് കേട്ടോ. 1600 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതും 3 പേർക്ക്. അങ്ങനെ ഊണും കഴിച്ചു റെസ്റ്റ് എടുത്ത് റെഡി ആയിട്ട് ഈവനിങ് ആണ് കേട്ടോ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. 2.5 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോണ വഴിക്ക് അമ്പലത്തിലെ ടോപ്പൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ക്ലോക്ക് റൂമിൽ നമ്മൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നോർമലി ക്യാമറ അലൗഡ് അല്ല, ഫോണ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ വീഡിയോസ് സ്ട്രിക്ട്ലി അവർ സമ്മതിക്കില്ല. ഫോട്ടോസ് എടുക്കാം, സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ അവർ നല്ലോണം ചീത്ത പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ നൈസായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇതിനടുത്തായിട്ട് മ്യൂസിയവും വീണ മേക്കിംഗ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. ചെട്ടിനാട് പോകാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് 6:25 നാട്ടിലോട്ട് ട്രെയിൻ ഉണ്ട്. തൃശ്ശൂർ ഒരു പുലർച്ചെ 4:25 ആകുമ്പോഴേക്കും എത്തും. പക്ഷെ നമുക്ക് പിറ്റേ ദിവസം ചെട്ടിനാട് പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ സ്റ്റേ എടുത്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാട്ടോ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. തഞ്ചാവൂരിൽ നിന്ന് ചെട്ടിനാടിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തഞ്ചാവൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളി പോയി ഇറങ്ങി അവിടെ നിന്നാട്ടോ ചെട്ടിനാട് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഉച്ച ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് ചെട്ടിനാട് മാനോറിലാണ് കേട്ടോ. ഈ ഒരു സ്ഥലം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പുറത്തെ ബിൽഡിങ്ങിൽ പണി നടക്കുന്നുണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊഴികെ ബാക്കിയെല്ലാം നൈസായിരുന്നു. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് 3 പേർക്ക് ഈ ഒരു റൂമിന് 2750 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് അറിയില്ല കേട്ടോ, അതെന്തായാലും ഓരോ ദിവസത്തിനനുസരിച്ച് മാറുന്നുണ്ടാവും. ഇത് ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ഒറ്റമൈൻ ട്രിപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കോംപ്ലിമെൻ്ററി സൈക്കിൾ എടുത്ത് നമ്മൾ നേരെ പോയത് ചെട്ടിനാടുള്ള കനകദാതൻ പറഞ്ഞ സ്ഥലത്തിലോട്ടാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. പിന്നെ ഇതാ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനത്തെ പഴയ ബിൽഡിങ്സ് ഒക്കെ ആണ് കേട്ടോ. ഇതിലൂടെ പോകാനൊക്കെ നല്ല രസമാണ്. ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ ആയിട്ട് ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ പോയ ടെക്സ്റ്റൈൽസിനകത്ത് ലൈവായിട്ട് സാരി നെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചെട്ടിനാട് സാരീസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തൊരു സാരിക്ക് 1000 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ അവൈലബിൾ ആണ്. പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഒരു പാക്കേജ് പോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത് കനകദാതൻ പാലസ് ആണ്. പക്ഷെ കുറച്ച് ഇഷ്യൂസ് കാരണം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആത്തൻകുടി പാലസിലോട്ടാണ്. ഒരുപാട് സിനിമയൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പാലസ് ആണ്. അതിനടുത്ത് തന്നെ ആയിട്ട് ആത്തൻകുടി ടൈൽസ് മേക്കിംഗ് ഉണ്ട്. ടൈൽസ് മേക്കിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടുത്തെ സ്നാക്ക് മേക്കിങ്ങും അതുപോലെ തന്നെ ചെട്ടിനാട് മീൽസ് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. നേരെ പോയത് കാരക്കുടി റെയിൽവേ സ്റ്റേഷനാണ്. ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തൃശ്ശൂരിക്കാട്ടോ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു.